ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 11 മണിയാകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കൂടിയിരുന്ന് ഞാനൊരു ലീവ് എടുത്തതാണ്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്താണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം വെള്ളമൊക്കെ ഒന്ന് താന്നൊരു വെയിലൊക്കെ വന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലെല്ലാം ചെളിയെല്ലാം കിടക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് വെയിൽ വന്ന് ഉണങ്ങി അത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. ഇവിടെ ഒരു നല്ല ഓർക്കിഡ് പൂ, ഓർക്കിഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. പിന്നെ അടുക്കള ചെന്നപ്പോഴാണ് വലിയൊരു മീൻ, ചൂരയല്ല കേര എന്ന് പറയുന്ന മീനാണിത്. അപ്പോൾ അത് അമ്മ വെട്ടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നോക്കി അതിൻ്റെ വെട്ടുമ്പോൾ അത് കിട്ടുന്നത് നോക്കി കുറച്ച് പേര് വെളിയിൽ കാത്തിരിപ്പുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ ഫാമിലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വേറെ പൂച്ചയൊന്നുമില്ല ഇവിടെ. കുഞ്ഞൂട്ടൻ്റെ വൈഫും കുട്ടികളുമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം 4 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇതിനിപ്പോൾ ഇതിൻ്റെ 3ാമത്തെ ടൈമിലുള്ള കുഞ്ഞുങ്ങളാണെന്ന് തോന്നിയത്. അപ്പോൾ 4 കുട്ടികളുണ്ട്. എല്ലാവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമ്മൾ 2 നേരം അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പം വെയിലൊക്കെ ആയി വെള്ളം പറ്റി വരണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്ന പൂരിയും കിഴങ്ങ് കറിയുമായിരുന്നു. അന്നേരം നമ്മുടെ കുഞ്ഞൂട്ടിന് അതിലെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് ഞാൻ കാണിച്ചാണ് കേട്ടോ. അപ്പം പൂരി ഞാൻ വീട്ടിലുണ്ടായിരുന്ന കാരണമാണ് പൂരി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആരും പ്രത്യേകിച്ച് കഴിക്കാനൊന്നുമില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് അതിന് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ പറ്റിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞു പോയതല്ല, പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ടീഷർട്ടുകൾക്കൊക്കെ നല്ല ഓഫറുണ്ട്. 199 200 റുപ്പീസിന് നമുക്ക് ടീഷർട്ടും എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് സ്പോർട്സ് ഐറ്റംസ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ഇടുന്ന ഡ്രസ്സുകൾക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസായിരുന്നു അത്. പിന്നെ നമ്മൾ 2 പാൻറ്റും 3 ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഡ്രസ്സ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു റേറ്റ് കുറവില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ഹൈ റേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ജിമ്മിൽ കണ്ടിന്യൂസ് പോവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ നിന്നില്ല. ബാക്കിയൊക്കെ ഞാൻ വെളിയിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്കൊരു ബ്ലാക്ക് ഷൂ ഓഫീസിലിടാൻ ഷൂ വേണമായിരുന്നു. അതുപോലെ തന്നെ ഒരു ജിമ്മിൽ പോകുമ്പോൾ ഇടാനുള്ള ഷൂ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയത്. ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഭയങ്കര തിരക്കാണ്. പിന്നെ ഞങ്ങൾ വണ്ടി ഒരു വിധത്തിൽ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലാണ് കൊണ്ട് പാർക്ക് ചെയ്തത്. കാരണം ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഷൂ മേടിച്ച ഈ കടയിൽ നിന്നായിരുന്നു. ഈ കട അത്യാവശ്യം വിലക്കുറവുണ്ട്. ചങ്ങനാശ്ശേരിയിൽ കടകളിൽ എല്ലാ സാധനങ്ങൾക്കും നല്ല പ്രൈസ് കുറവുള്ളതാണ്. കഴിഞ്ഞ് ദാഹിച്ച് ഞങ്ങളൊരു ബേക്കറി കയറി. അവിടുന്ന് ഷാർജ ഓർഡർ ചെയ്യുന്നു. വെറും വേസ്റ്റ് ആയിരുന്നു ആ ഷാർജ. എനിക്കറിയില്ല അവരെന്താ ചെയ്തതെന്ന്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കിത് പറ്റില്ല, കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ലൈം ജ്യൂസാണ് കുടിച്ചത്. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ ഞാനും വിദ്യയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ വന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വീട്ടിൽ ഇതൊക്കെയായിരുന്നു ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മീൻകറി, ചക്കക്കുരു മെഴുക്കുവരട്ടി, അച്ചാർ, മീൻ വറുത്തത്, ഇതെല്ലാം കൂട്ടി ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റീഷേപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. തിരുവല്ലയിൽ KR ബേക്കറിയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞാനിപ്പം പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 ആഴ്ചയായി. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലാണ്. അവിടുത്തെ ട്രെയിനറൊക്കെ നല്ലതാണ്. നമുക്ക് നല്ല രീതിയിലെല്ലാം പറഞ്ഞു തന്ന് നമുക്ക് നന്നായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫീസ് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയുണ്ട്. പിന്നെ നമുക്ക് മന്ത്ലി വരുന്ന 1500 രൂപയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2000 പേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നല്ലൊരു ട്രെയിനറാണ് കിട്ടിയേക്കുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിനർ, ഷാലു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അപ്പോൾ ഞാനിപ്പോൾ പോയി തുടങ്ങി. ഞാൻ വിചാരിച്ചില്ല ഞാൻ കണ്ടിന്യൂസ് പോകുന്നു, പക്ഷേ ഞാൻ പോകുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല. ചില സമയം ഒരു തലചുറ്റിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതെല്ലാം പോയി ജോയിൻ ചെയ്തു. അടുത്ത ദിവസം പോലാണ് ഞാൻ പോയി തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഡെയിലി റൊട്ടീനായ ഒരു ഹെയർ പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ പെരുന്ന അമ്പലത്തിൽ, കറക്റ്റ് ചങ്ങനാശ്ശേരിയല്ല, ചങ്ങനാശ്ശേരിക്ക് പോകുന്നതിന് മുമ്പ് പെരുന്ന അമ്പലമുണ്ട്, ആ അമ്പലത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട്. ഞാൻ പണ്ട് എപ്പോഴോ പോയിട്ടുള്ളതാണ്, പിന്നീടാണ് പോകുന്നത്. ഇത്രയും വലിയ അമ്പലമാണെന്ന് എനിക്കറിയത്തില്ല. അതിനകത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ അലൗഡ് ആണോ എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അകത്തെടുക്കാൻ ട്രൈ ചെയ്യുന്നില്ല. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു അമ്പലമായിരുന്നു. ഈ സൈഡിൽ ഒരു വലിയ കുളമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ വൈകിട്ട് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചൂണ്ടയിട്ട് കുറച്ച് മീനെ പിടിച്ചായിരുന്നു. ഇതിന് നമ്മുടെ ഇവിടെ പറയുന്നത് കല്ലടമുട്ടി, ചെമ്പല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, മീൻ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ടാറ്റാ.